കേരളത്തിലെ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള പരാതിയാണ് കൊടുത്തത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെയാണ് വളരെ ആഴത്തിലുള്ള പഠനം നടത്തിക്കൊണ്ട് വ്യാപകമായി വോട്ടർമാരിൽ നിന്നുണ്ടായിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷണർക്ക് ഇത്തരത്തിലൊരു നിവേദനം കൊടുത്തിട്ടുള്ളത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റുകളെല്ലാം വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പരിശോധന നടത്തിയത്. വളരെ ശാസ്ത്രീയമായ പരിശോധന തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ഒരേ വോട്ടർ ID ആ നമ്പറിൽ തന്നെ നിരവധി വോട്ടർമാർക്ക് വോട്ട് കിട്ടത്തക്ക വിധത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. അതായത് ഒരേ വോട്ടർ ID നമ്പർ, പക്ഷേ പല പേരുകാരാണ്, പലയിടത്ത് ആണ് അവരുടെ വോട്ട്. ഇതുപോലെ തന്നെ ഒരേ വോട്ടർ IDയിലുള്ള പേര്, ഒരേ പേരുകാരൻ, ആ പേരിൽ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്നു. ഇത് രണ്ടും വ്യാപകമായിട്ടുണ്ടായിരിക്കുന്നു. അത് എണ്ണം എത്രത്തോളം എന്ന് തിട്ടപ്പെടുത്തി അത് അതിൻ്റെ പെൻ ഡ്രൈവ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ വളരെ രസകരമായ കാര്യം, ഈ വാർഡ് വിഭജനം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ ഓരോ വാർഡുകളിലുമുള്ള ജനസംഖ്യ എത്രത്തോളം ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിരുന്നു. വോട്ടർമാരുടെ സംഖ്യ എത്രത്തോളം ഉണ്ടെന്ന് ഓരോ വാർഡിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഇരട്ടിയുള്ള സ്ഥലങ്ങളുണ്ട്. ഓരോരോ സ്ഥലങ്ങളിലും വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എണ്ണം എങ്ങനെ കൂടുതൽ വന്നു. അപ്പോൾ വാർഡ് വിഭജിച്ചപ്പോൾ വോട്ടർമാരുടെ എണ്ണം പറഞ്ഞു, പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ വളരെ വലിയ രീതിയിൽ, അത്ഭുതകരമായ രീതിയിൽ, ഒരിക്കലും ആർക്കും ന്യായമെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ലാത്ത രീതിയിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇത് പരിശോധിക്കണം. ഇത് എങ്ങനെ ഇതുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം നടത്തണം, അന്വേഷണം നടത്തണം. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് യാതൊരു വിധത്തിലുള്ള പാകപ്പിഴകളും ഇല്ലാത്ത ഒരു വോട്ടേഴ്സ് ലിസ്റ്റാക്കി മാറ്റിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ടേക്ക് വരണം എന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്.